യുഎഇയിൽ ഒരു പുതിയ ജോലി ലഭിക്കുക എന്നത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചും തികച്ചും ആവേശകരമായ ഒരു കാര്യമാണ്. പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്കും വലിയൊരു കരിയർ വളർച്ചയിലേക്കും വാതിൽ തുറക്കുന്ന നിമിഷമാണത്. എന്നാൽ ഈ ആവേശത്തിനിടയിൽ പലരും വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ അബദ്ധം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഔദ്യോഗിക തൊഴിൽ കരാർ കൃത്യമായി വായിച്ചു നോക്കാതെ ഒപ്പുവെക്കുക എന്നതാണ്. വെറും ഒരു ശമ്പളക്കണക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കരാറിലെ മറ്റ് നിബന്ധനകളെ അവഗണിക്കുന്നത് പിന്നീട് വലിയ നിയമക്കുരുക്കുകളിലേക്കും സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും വഴിമാറിയേക്കാം. യുഎഇ തൊഴിൽ നിയമങ്ങൾ വളരെ കൃത്യവും ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. എന്നാൽ നമ്മൾ ഒപ്പുവെക്കുന്ന കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഓരോ ജീവനക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഒരു തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് പ്രവാസികൾ നിർബന്ധമായും പരിശോധിക്കേണ്ട പ്രധാന നിയമങ്ങളും തൊഴിൽപരമായ പരാതികൾ പരിഹരിക്കാൻ നിലവിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. യുഎഇ സ്വകാര്യ മേഖലയിലെ ഭൂരിഭാഗം തൊഴിലാളികളും ഇപ്പോൾ നിശ്ചിത കാലയളവിലേക്കുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ടേം കരാറുകൾക്ക് കീഴിലാണ് വരുന്നത്. നിയമപ്രകാരം ഇത്തരം കരാറുകൾ പരമാവധി 3 വർഷം വരെയുള്ള കാലാവധിയിലാണ് തയ്യാറാക്കുന്നത്. ഇത്തരം കരാറുകളിൽ ജോലിയുടെ കൃത്യമായ തുടക്ക തീയതിയും അവസാനിക്കുന്ന തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ഈ കാലാവധി നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അതേ വിവരങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. 2 രേഖകളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഒപ്പുവെക്കുന്നതിന് മുൻപ് തന്നെ തൊഴിലുടമയോട് ചോദിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂടാതെ ഈ കരാർ പുതുക്കുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നും രാജിവെക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോഴോ നൽകേണ്ട നോട്ടീസ് കാലാവധി എത്രയാണെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു തൊഴിൽ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശമ്പളത്തിന്റെ ഘടന. പലപ്പോഴും ആകെ ലഭിക്കുന്ന വലിയൊരു തുക കണ്ട് സന്തോഷിക്കുന്ന ജീവനക്കാർ അതെങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാറില്ല. യുഎഇ നിയമപ്രകാരം ശമ്പളം എന്നത് അടിസ്ഥാന ശമ്പളം, താമസ സൗകര്യത്തിനുള്ള അലവൻസ്, യാത്രാബത്ത എന്നിവയുമായി കൃത്യമായി വേർതിരിച്ച് കാണിക്കണം. ഇതിൽ അടിസ്ഥാന ശമ്പളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന സേവനാനന്തര ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ഈ അടിസ്ഥാന ശമ്പളത്തെ മാത്രം ആസ്പദമാക്കിയാണ്. ആകെ തുക വലിയതാണെങ്കിലും അടിസ്ഥാന ശമ്പളം വളരെ കുറവാണെങ്കിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി തുക വളരെ തുച്ഛമായിരിക്കും. അതിനാൽ അലവൻസുകളുടെ പേരിൽ അടിസ്ഥാന ശമ്പളം അമിതമായി കുറച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുക. യുഎഇ തൊഴിൽ നിയമപ്രകാരം പ്രൊബേഷൻ കാലയളവ് പരമാവധി 6 മാസത്തിൽ കൂടാൻ പാടില്ല. ഈ കാലയളവിനുള്ളിൽ ജീവനക്കാരന്റെ പ്രകടനം വിലയിരുത്താനും ആവശ്യമെങ്കിൽ ഇരുപക്ഷത്തിനും കരാർ അവസാനിപ്പിക്കാനും സാധിക്കും. എന്നാൽ പ്രൊബേഷൻ സമയത്ത് ജോലി അവസാനിപ്പിക്കുകയാണെങ്കിലും കൃത്യമായ നോട്ടീസ് നൽകൽ നിർബന്ധമാണ്. തൊഴിലുടമയാണ് ജീവനക്കാരനെ പിരിച്ചുവിടുന്നതെങ്കിൽ കുറഞ്ഞത് 14 ദിവസത്തെ ലിഖിത നോട്ടീസ് നൽകിയിരിക്കണം. അതുപോലെ ജീവനക്കാരൻ രാജിവെച്ച് രാജ്യം വിടുകയാണെങ്കിലും 14 ദിവസത്തെ നോട്ടീസ് നൽകേണ്ടതുണ്ട്. എന്നാൽ ജീവനക്കാരൻ യുഎഇയിലെ തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് മാറാനാണ് രാജിവെക്കുന്നതെങ്കിൽ കുറഞ്ഞത് 1 മാസത്തെ നോട്ടീസ് നൽകണം. ഈ നിയമങ്ങൾ പാലിക്കാതെ പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ചു പോകുന്നത് കടുത്ത സാമ്പത്തിക പിഴകൾക്കും 1 വർഷം വരെയുള്ള വർക്ക് പെർമിറ്റ് നിരോധനത്തിനും കാരണമായേക്കാം. കൂടാതെ സാധാരണ സാഹചര്യങ്ങളിൽ കരാർ അവസാനിപ്പിക്കുമ്പോൾ 30 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള നോട്ടീസ് കാലാവധിയാണ് നിയമപരമായി അനുവദിച്ചിട്ടുള്ളത്. സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം ദിവസം 8 മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ 48 മണിക്കൂറോ ആണ്. റമദാൻ മാസത്തിൽ ഇതിൽ 2 മണിക്കൂറിന്റെ കുറവുണ്ടാകും. കരാറിൽ നിങ്ങളുടെ കൃത്യമായ ജോലി സമയവും ഷിഫ്റ്റുകളും വ്യക്തമാക്കിയിട്ടുണ്ടാകണം. നിശ്ചിത സമയത്തിനപ്പുറം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അതിനുള്ള ഓവർ ടൈം ആനുകൂല്യങ്ങൾ കരാറിലുണ്ടോ എന്ന് പരിശോധിക്കണം. മാനേജീരിയൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി തസ്തികകളിലുള്ളവർക്ക് സാധാരണയായി ഓവർ ടൈം ആനുകൂല്യങ്ങൾ ബാധകമാകാറില്ല. എന്നാൽ മറ്റുള്ളവർക്ക് സാധാരണ മണിക്കൂറുകളേക്കാൾ 25% അധിക നിരക്കിലും രാത്രി 10 മണിക്ക് ശേഷമുള്ള ജോലിക്ക് 50% അധിക നിരക്കിലും വേതനം ലഭിക്കാൻ അർഹതയുണ്ട്. നിശ്ചിത അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അതിന് പകരമായി മറ്റൊരു അവധി ദിവസമോ അല്ലെങ്കിൽ 50% അധിക വേതനമോ നൽകേണ്ടതുണ്ട്. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പൊതു നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. 1 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്ന ഏതൊരു ജീവനക്കാരനും 30 ദിവസത്തെ ശമ്പളത്തോടു കൂടിയ വാർഷിക അവധിക്ക് അർഹതയുണ്ട്. 6 മാസത്തിനും 1 വർഷത്തിനുമിടയിൽ ജോലി ചെയ്തവർക്ക് ഓരോ മാസത്തിനും 2 ദിവസത്തെ അവധി വീതം ലഭിക്കും. വാർഷിക അവധികൾ ആ വർഷം തന്നെ ഉപയോഗിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ അവധിയെടുക്കാൻ സാധിക്കാതെ വരികയും ജോലി അവസാനിക്കുകയും ചെയ്താൽ ബാക്കിയുള്ള അവധി ദിവസങ്ങൾക്ക് പകരമുള്ള തുക അടിസ്ഥാന ശമ്പളത്തിന്റെ നിരക്കിൽ ജീവനക്കാരന് ലഭിക്കും. അതുപോലെ 5 വർഷം വരെയുള്ള സേവനത്തിന് ഓരോ വർഷത്തിനും 21 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും 5 വർഷത്തിന് മുകളിലുള്ള സേവനത്തിന് 30 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും വീതമാണ് ഗ്രാറ്റുവിറ്റിയായി ലഭിക്കുക. ജോലി അവസാനിപ്പിച്ച് 14 ദിവസത്തിനകം ഈ ആനുകൂല്യങ്ങളെല്ലാം ഒരു തൊഴിലുടമ ജീവനക്കാരന് നൽകിയിരിക്കണം.
ചില സ്ഥാപനങ്ങൾ തങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജീവനക്കാരുടെ കരാറുകളിൽ നോൺ കംപ്ലീറ്റ് ക്ലോസ് ഉൾപ്പെടുത്താറുണ്ട്. ഇത് പ്രകാരം ജോലി ഒഴിഞ്ഞ ശേഷം സമാന സ്വഭാവമുള്ള എതിരാളികളുടെ കമ്പനികളിൽ 2 വർഷം വരെ ജോലി ചെയ്യുന്നതിന് വിലക്കുണ്ടാകാം. എന്നാൽ ഇത്തരം നിബന്ധനകൾ കൃത്യമായ ഭൂമിശാസ്ത്രപരമായ അതിരുകളും വ്യക്തമായ വ്യവസായ മേഖലകളും ഉൾപ്പെടുത്തി നിർവചിച്ചാൽ മാത്രമേ നിയമപരമായി നിലനിൽക്കൂ. പ്രൊബേഷൻ സമയത്ത് പിരിഞ്ഞു പോകുന്നവർക്കോ അല്ലെങ്കിൽ കമ്പനിയുടെ നിയമലംഘനം കാരണം ജോലി ഉപേക്ഷിക്കുന്നവർക്കോ ഈ വിലക്ക് ബാധകമാകില്ല. കൂടാതെ ജീവനക്കാരന്റെ ലിഖിത സമ്മതമില്ലാതെ കരാറിലെ ശമ്പളമോ തസ്തികയോ മാറ്റാൻ തൊഴിലുടമയ്ക്ക് അവകാശമില്ല. നിയമപ്രകാരം കരാറിന്റെ ഒപ്പിട്ട ഒരു പകർപ്പ് കൈവശം വെക്കാൻ ജീവനക്കാരന് പൂർണ്ണ അവകാശമുണ്ട്. തൊഴിൽ നിയമങ്ങൾ എത്ര ശക്തമാണെങ്കിലും പലപ്പോഴും അത് നടപ്പിലാക്കുന്നതിലും പരാതികൾ ബോധിപ്പിക്കുന്നതിലും ജീവനക്കാർ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. എന്നാൽ ദുബായിലെ സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു പുതിയ മാറ്റം ഈ വർഷം നടപ്പിലായിട്ടുണ്ട്. ദുബായ് ഡിജിറ്റൽ അതോറിറ്റിയും ദുബായ് പോലീസും സംയുക്തമായി ദുബായ് നൗ എന്ന ഏകീകൃത സർക്കാർ ആപ്പിലൂടെ പുതിയൊരു സേവനം ആരംഭിച്ചിരിക്കുകയാണ്. വർക്കേഴ്സ് വോയിസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് തങ്ങളുടെ തൊഴിലുടമകൾക്കെതിരെയുള്ള പരാതികൾ മൊബൈൽ ഫോൺ വഴി നേരിട്ട് സമർപ്പിക്കാം. ശമ്പളം വൈകൽ, മോശം തൊഴിൽ സാഹചര്യങ്ങൾ, താമസ സൗകര്യങ്ങളിലെ കുറവുകൾ, തൊഴിൽ സ്ഥലത്തെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട വ്യക്തിഗതവും കൂട്ടായതുമായ പരാതികൾ ഇനി മുതൽ സർക്കാർ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ തന്നെ ഈ ആപ്പ് വഴി നൽകാനാകും. നൂതനമായ ഈ ഡിജിറ്റൽ മാറ്റം തൊഴിൽ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും വലിയ തോതിൽ സഹായിക്കും. UAE തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ഇത്തരം പുതിയ സാങ്കേതിക സൗകര്യങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ പ്രവാസികൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.